മഞ്ചേശ്വരം ആര് പിടിക്കുന്നുള്ളത് നമുക്ക് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. മഞ്ചേശ്വരം മുഴുവൻ നടന്നിട്ടും ദിവ്യക്ക് മനസ്സിലായിട്ടില്ല. ഒട്ടും പിടിയിട്ടുന്നില്ല. ആളുകളോട് സംസാരിക്കുമ്പോൾ, സ്ഥാനാർത്ഥികളോട് സംസാരിക്കുമ്പോൾ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ബിജെപിയുടെ എ ക്ലാസ് മണ്ഡലമാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ ചെറിയ മാർജിനിലാണ് കെ സുരേന്ദ്രന് മണ്ഡലം പോയിട്ടുള്ളത്. കഴിഞ്ഞ തവണത്തെ മാർജിനിലെ വ്യത്യാസം അതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ഡാറ്റയായിട്ട് നമ്മുടെ മുന്നിലുള്ളത്. പക്ഷേ അതിനേക്കാൾ അപ്പുറം എന്തെങ്കിലും കണക്കുകൾ ഇത്തവണ ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. പക്ഷേ വിജയപ്രതീക്ഷയിലാണ് കെ സുരേന്ദ്രൻ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇനി എന്നെ തോപ്പിക്കണം എന്ന് കുറേ ആൾക്കാർക്ക് ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പ്രാവശ്യം എല്ലാവർക്കും എന്നെ ജയിപ്പിക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയ എതിരാളികളായിട്ട് ഉള്ള ആൾക്കാർക്ക് നല്ല രീതിയിൽ വികസനം വേണം എന്നുള്ള ഒരു ആഗ്രഹം വളരെ ശക്തമായിട്ടുണ്ട്. UDFിന്റെ വലിയൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് മുസ്ലിം ന്യൂനപക്ഷ മേഖലയാണ്, മണ്ഡലമാണ്. കഴിഞ്ഞ വർഷം 745 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അത് ഇത്തവണ മറികടന്ന് കുറഞ്ഞത് ഒരു 10,000 എന്ന ആളുകൾ പറയുന്നു. പക്ഷെ ഒരു 2000-ന്റെ ഒരു മാർജിനിലെങ്കിലും ഭൂരിപക്ഷത്തിലെങ്കിലും ജയിക്കാൻ കഴിയുന്ന പ്രതീക്ഷയിലാണ് UDFും സിറ്റിംഗ് MLA ഉള്ളത്. അഷ്റഫ് അങ്ങനെ ഒരു കണക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കണക്ക് പ്രകാരം അദ്ദേഹം പറയുന്നത് 10,000-ന് മുകളിൽ വോട്ടിന് ജയിക്കുമെന്നാണ്. അതിനുള്ള അദ്ദേഹത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ അവകാശവാദത്തിൽ നമുക്ക് കേൾക്കാം. 2001 മഞ്ചേശ്വരത്തിന്റെ ഏറ്റവും മികച്ച ഭൂരിപക്ഷം. CK പത്മനാഭനെതിരെ 13,000 ചില്ലാനം വോട്ടാണ് മഞ്ചേശ്വരത്തിന്റെ ഭൂരിപക്ഷം. 2001 25 വർഷങ്ങൾക്ക് ശേഷം അത് മറികടക്കുന്ന ഒരു ഭൂരിപക്ഷം എബവ് 13,000 ഉണ്ടാവും. LDFന്റെ ഒരു ഗതികേട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി 3-ാം സ്ഥാനത്ത് തുടരുക എന്നുള്ളതാണ്. 2006 അവസാനമായിട്ട് CPM-ന്റെ അല്ലെങ്കിൽ ഒരു ഇടത് MLA മഞ്ചേശ്വരത്ത് ഉണ്ടായിട്ടുള്ളത്. അതിന് പിന്നാലെ ലീഗായിരുന്നു മുഴുവൻ. ഇപ്പോൾ കേരളം ഭരിക്കുമ്പോഴും പ്രതിപക്ഷത്തിരിക്കുമ്പോഴും മഞ്ചേശ്വരത്ത് 3-ാം സ്ഥാനത്തിരിക്കുക എന്ന് പറഞ്ഞാൽ CPM-നെ സംബന്ധിച്ച് അത് വലിയൊരു നാണക്കേട് കൂടിയാണ്. ആ നാണക്കേട് തവണ മറികടക്കാൻ കഴിയുമെന്നാണ് ജയാനന്ദൻ പറയുന്നത്. വോട്ട് ലഭിക്കുന്ന വോട്ട് ഉയർത്താം എന്ന പ്രതീക്ഷയാണ്. പക്ഷേ ജയിക്കുമെന്നുള്ള അമിത വിശ്വാസം കൂടി പ്രകടിപ്പിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥി പറയട്ടെ. ജനങ്ങൾക്ക് ഒരു ഇടതുപക്ഷ MLA മഞ്ചേശ്വരത്ത് ഉണ്ടാവുമെന്നാണ് ആഗ്രഹിക്കുന്നത്. 3-ാം പ്രാവശ്യം കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ വരുമ്പോൾ മഞ്ചേശ്വരത്ത് കൂടി ഒരു ഭരണപക്ഷ MLAക്ക് വേണ്ടിയാണ് നാട്ടുകാർ ആഗ്രഹിക്കുന്നത്. ഇതിൽ സുരേന്ദ്രന്റെ വലിയൊരു ആത്മവിശ്വാസത്തിന്റെ ഒരു ഘടകം എന്ന് പറയുന്നത് മഞ്ചേശ്വരംകാരനല്ല, കോഴിക്കോടുകാരനാണ്. പക്ഷേ എങ്കിലും നാളുകളായി മഞ്ചേശ്വരത്തുള്ളത് കൊണ്ട് അതിന്റെ ഒരു ജനകീയത, ആളുകൾക്കിടയിലെ സ്വീകാര്യത ഒക്കെ നേട്ടമാകുമെന്നുള്ള അവകാശവാദം കൂടി ഉണ്ട് കേട്ടോ സുരേന്ദ്രൻ. ഞാൻ പറയുന്നത് സുരേന്ദ്രൻ ഇവിടെ മത്സരിക്കുന്നതിന് വേണ്ടി അങ്ങനെ മഞ്ചേശ്വരംകാരനാവുകയും അങ്ങനെ കുറേ കാലം ഇവിടെ നിൽക്കുകയും അങ്ങനെ ജനങ്ങളുമായി പരിചയപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ UDFും LDFും ആരോപിക്കുന്ന അതല്ല. നേരത്തെ, അതായത് കഴിഞ്ഞ ഇലക്ഷനിൽ തോറ്റതിന് ശേഷം ഇങ്ങോട്ടേക്ക് വന്നില്ല എന്നുള്ളതാണ് എന്നൊക്കെ അവർ ആരോപിക്കുന്നുണ്ട്. എൻ്റെ മണ്ഡലം മഞ്ചേശ്വരമാണ്. ഞാൻ 2001 മുതൽ ഇവിടെ ഉള്ള ആളാണ്. 25 വർഷമായിട്ട് എനിക്ക് ഇവിടെ ബന്ധങ്ങളുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ വലിയ പോസ്റ്ററും ഫ്ലക്സ് ഒന്നും വെക്കാം. പിന്നെ BJP പ്രവർത്തകരാണ് പറയുന്നൊരു കാര്യം, ഇങ്ങനെ 5 വർഷത്തിലൊരിക്കൽ വരുന്ന ഒരാൾക്ക് ഞങ്ങൾ വോട്ട് ചെയ്യില്ല എന്ന് പറയുന്ന ഒരു വലിയ BJPക്കെതിരെയുള്ള എതിർപ്പ് തന്നെ ഇവിടെ പല സ്ഥലങ്ങളിലും കാണാൻ കഴിയുന്നു. ചെമ്മൂരെടുത്തും മാറ്റാനില്ല, അല്ലെങ്കിൽ BJP സുരേന്ദ്രൻ അതുപോലെ തന്നെ താമര ഡേറ്റയിൽ അതല്ല ആരും. അതുകൊണ്ട് ആ ചുമരത്ത് മാറ്റാത്ത ഈയുടെ ദേശാടന പക്ഷിയെ പോലെ മത്സരിക്കുന്ന ഒറ്റ ആളാണ് അത് കെ സുരേന്ദ്രനാണ്. ഇത്തവണ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടി വന്നു എന്നുള്ളതാണ്. SDPയുടെ സ്ഥാനാർത്ഥിത്വം പിന്നാലെ പിൻവലിച്ചു. അത് വലിയ ആശ്വാസം നൽകുന്നുണ്ട്. ആർക്ക്? UDFിന് ആശ്വാസം നൽകുന്നുണ്ട്. പക്ഷേ സുരേന്ദ്രൻ പറയുന്നത് SDP സ്ഥാനാർത്ഥി പിൻവലിച്ചത് തനിക്കാണ് ഗുണം ചെയ്യുക എന്ന്. അതായത് അദ്ദേഹം പറയുന്നത് ഒരു അഷ്റഫ് വിരുദ്ധ വോട്ടുകൾ അവിടെയുണ്ട്, അത് SDPയുടെ സ്ഥാനാർത്ഥി നിന്ന് കഴിഞ്ഞാൽ അത് അങ്ങോട്ടേക്ക് പോകുമായിരുന്നു. ഇപ്പോൾ SDPയുടെ സ്ഥാനാർത്ഥി ഇല്ലാത്തതിനാൽ അത് തനിക്ക് വരുമെന്നുള്ളതാണ് സുരേന്ദ്രൻ്റെ പ്രതീക്ഷ. SDPI എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി അവർ സ്വതന്ത്രമായൊരു നിലപാടെടുത്തു. അതിനെതിരെ വലിയ സമ്മർദ്ദം വന്നു. ആ സമ്മർദ്ദം എന്തിനാണെന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത്. കാരണം ഇങ്ങനെ തെരഞ്ഞു പിടിച്ച ഒരാളെ തോൽപ്പിക്കണമെന്നുള്ള ചോദ്യമാണ് ജനങ്ങളെല്ലാം ചോദിക്കുന്നത്. അതിൽ നല്ലൊരു ശതമാനം മുസ്ലിം സഹോദരങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറയുമ്പോൾ അത് വിശ്വാസമാവില്ല, എണ്ണുമ്പോൾ നിങ്ങൾ നോക്കിക്കോ. കാസർകോട്ടുകാർക്ക് ഓർമ്മയുണ്ട്, സൈനുൽ ആബിദീൻ എന്ന് പറയുന്ന SDPന്റെ ഒരു പ്രവർത്തകനെ പിതാവിന്റെ മുന്നിലാണ് സംഘപരിവാറുകാർ വെട്ടിക്കൊന്നത്. സംഘപരിവാർ ജയിക്കുന്ന രീതിയിൽ ഇവിടെ ഒരു മതേതര വിശ്വാസികളും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇടപെടൽ ഉണ്ടാവില്ല. ഇത്തവണ മഞ്ചേശ്വരം പിടിക്കുന്നു പറയുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ കേരളത്തിലെ മറ്റ് മണ്ഡലങ്ങളിൽ കൂടി ലക്ഷ്യമിട്ടിട്ടുണ്ട് BJP. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്രാവശ്യത്തെ ഭരണം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് തന്നെ BJP ആയിരിക്കും എന്നുള്ള വല്ലാത്തൊരു പ്രതികരണ ആത്മവിശ്വാസം ഉണ്ട് BJPക്ക്. അത് സുരേന്ദ്രന്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ കണ്ടു. അത് സുരേന്ദ്രൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, 35 സീറ്റ് പിടിച്ചാൽ കേരളത്തിൽ ഭരണം പിടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ നോട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, മഞ്ചേശ്വരം അതിൽ ഈ പറയുന്ന 35 45 എന്തും ആവട്ടെ, അല്ലെങ്കിൽ 5 ആവട്ടെ 2 ആവട്ടെ 3 ആവട്ടെ, അതിൽ 1-ാമതോ 2-ാമതോ കിടക്കുന്ന മണ്ഡലമാണ് മഞ്ചേശ്വരം. അതുകൊണ്ട് തന്നെ BJP ആ രീതിയിൽ പ്രവർത്തിക്കുന്നു. അല്ല, ഞാൻ നോക്കുന്നത് എന്താ കേട്ടോ, നേമത്ത് കൂട്ടിപ്പോയ അക്കൗണ്ടാണ് BJPയുടേത്. അത് മഞ്ചേശ്വരത്തിലൂടെ തുറക്കുമോ എന്നുള്ളത് ഞാൻ വല്ലാത്ത ആകാംക്ഷയോടുകൂടി നോക്കുന്ന ഒരു കാര്യമാണ്. കാത്തിരുന്ന് കാണാം. അതെ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ 35 മണ്ഡലങ്ങളിൽ BJP എത്രമാത്രം ശക്തമാണെന്ന് നിങ്ങൾ നോക്ക്. 11 1-ാം സ്ഥാനത്ത് വന്നു.
9 2ാം സ്ഥാനത്ത് വന്നു. ജസ്റ്റ് തേർഡ്, ബാക്കി 15 ഇടത്തുണ്ട്. ഞാൻ വെറുതെ എന്തെങ്കിലും ഒരു കൊട്ടക്കണക്ക് പറഞ്ഞത്. പക്ഷേ ഇതിലേ സുരേന്ദ്രൻ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും അഷ്റഫിന്റെ ആത്മവിശ്വാസം എന്താണെന്ന് അറിയാമോ? SIR ആണ്. നമുക്കറിയാം രാഹുൽ ഗാന്ധി SIRനെതിരെ വലിയ ഘോരഘോരം പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. പക്ഷേ SIR നേരെ തിരിച്ച് UDF ഇവിടെ ഗുണം ചെയ്തു എന്നാണ് അഷ്റഫിന്റെ ആത്മവിശ്വാസം. ഇവിടെ 5 വർഷം എല്ലാ ബൂത്തും പരിശോധിക്കുമ്പോൾ കർണാടകയിൽ നിന്ന്, ഞങ്ങളുടെ മണ്ഡലത്തിൻ്റെ വെളിയിൽ നിന്ന് പലരും 5 വർഷത്തേക്ക് ഒരിക്കൽ വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം വരുന്ന ആളുകളുണ്ട്. SIR കൊണ്ട് ഏറ്റവും വലിയ ഞങ്ങൾക്ക് ഗുണം കിട്ടിയത് 2000-ഓളം ഇവിടെയും അവർ പിന്നെ ജോലി ചെയ്യുന്ന സ്ഥലത്തും വോട്ടുള്ള ആളുകളുടെ വോട്ട് വെട്ടിമാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ SIR. BJPയുടെ ഇരട്ട വോട്ട് വെട്ടിമാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് 100%. CPMന്റെ കാരുണ്യത്തിലാണ് മഞ്ചേശ്വരത്ത് UDF ജയിക്കുന്നത് എന്നുള്ളത് എപ്പോഴും പറയാറുണ്ട്. പക്ഷേ നേതാക്കളാരും അത് സമ്മതിച്ചേരാറില്ല. അത് തന്നെയാണ് ഇന്ന് ജയാനന്ദൻ പറഞ്ഞത്. മഞ്ചേശ്വരം മണ്ഡലത്തിൽ CPM UDFനെ ക്രോസ് വോട്ട് ചെയ്യാറില്ല എന്നാണ് അദ്ദേഹം ഇന്ന് വ്യക്തമാക്കിയത്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇവിടെ കോളിബി സഖ്യം ഉണ്ടാക്കി. ഈ പഞ്ചായത്തിനകത്ത് സുതമ്പളം എന്ന് പറഞ്ഞൊരു വാർഡുണ്ട്. സ്ഥിരമായി BJP 500-ലധികം വോട്ടുകൾ ജയിക്കുന്ന ഒരു വാർഡാണ്. ആ വാർഡിനകത്ത് ഈ പ്രാവശ്യം ജയിച്ചത് കോൺഗ്രസ്സാണ് ജയിച്ചു. മാത്രമല്ല, ഈ പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വാർത്ത പുറത്തുചെയ്യേണ്ടത് എനിക്കറിയില്ല. സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJPൻ്റെ വോട്ടിൽ അല്ലെങ്കിൽ താവര ചിഹ്നയിൽ മത്സരിച്ച് ജയിച്ച ആൾക്ക് ലീഗ് വോട്ട് കൊടുത്ത് ജയിപ്പിച്ചു. ആരാ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഞാൻ മഞ്ചേശ്വരം മുഴുവൻ നടന്നു കേട്ടോ. പറ്റാവുന്ന ആളുകളെയൊക്കെ കണ്ടു, ആളുകളോടൊക്കെ അഭിപ്രായം ചോദിച്ചു. പക്ഷെ ആളുകളുടെ ഇടയിൽ സമ്മിശ്ര പ്രതികരണമാണ്. എനിക്ക് തോന്നിയത് ചിലയിടങ്ങളിൽ ഓരോ പോക്കറ്റുകളാണ്. ചില പോക്കറ്റുകളിൽ അഷ്റഫിന് നല്ല പിന്തുണയുണ്ട്, ചില പോക്കറ്റുകളിൽ സുരേന്ദ്രൻ നല്ല പിന്തുണയുണ്ട്. അങ്ങനെ കേന്ദ്രങ്ങളാണ് അല്ലേ ഓരോ മുന്നണികൾക്കും. എന്തായാലും നമുക്ക് ആളുകളുടെ പ്രതികരണം കൂടി ഒന്ന് കാണാം. നല്ല പോരാട്ട UDFന് വിജയമായിരിക്കും. AK അഷ്റഫ് തന്നെയായിരിക്കും തീർച്ചയായും. AK അഷ്റഫ് വന്നതിന് ശേഷം 5 വർഷത്തിൽ കൊടുത്ത വികസനം വന്നു. അതും ഭരണമില്ലാത്ത MLA. ഭരണം ഇല്ലല്ലേ, ഭരണം LDFനല്ലേ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പൊ മഞ്ചേശ്വരം മണ്ഡലത്തിലേക്ക് അത്ര കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്നത്തെ ഇലക്ഷനിൽ ആര് ഭരിക്കുന്നതിന് UDF വന്നാൽ ഇതിന്റെ ഡബിൾ വികസനം മഞ്ചേശ്വരത്തിൽ കൊണ്ടുവരാൻ പറ്റും. അത് തീർച്ചയായിട്ടും സുരേന്ദ്രൻ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കും. 25,000 വോട്ടിന് അഷ്റഫ് വൻ വിജയത്തോടുകൂടി വിജയിക്കുമെന്ന്. അഷ്റഫ് തന്നെ പറയുന്നത് 10,000 ആണ്, 25,000 ആവും. പുതിയ സ്ഥാനാർത്ഥി ഉണ്ടല്ലേ AK ജയാനന്ദ്, അങ്ങനെ അയാൾക്കും ചാൻസ് ഉണ്ട്. ഏതായാലും മഞ്ചേശ്വരത്ത് നിങ്ങൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും എങ്ങനെയാണ് അവരുടെ വോട്ടുകൾ പെട്ടിയിലാക്കാൻ കഴിയുക എന്നുള്ള അത്യധ്വാനത്തിലാണ്. അത് വോട്ടർമാരെ കാണുന്നതിലാണ്, അതോടൊപ്പം തന്നെ യോഗങ്ങളിലാണ്, തന്ത്രങ്ങൾ മെനയുന്നതിലാണ്. അങ്ങനെ മൊത്തത്തിൽ മഞ്ചേശ്വരത്തെ ഓരോ വോട്ടും എങ്ങനെ കൈക്കലാക്കാം എന്നുള്ളതിന്റെ വലിയ പ്രചാരണത്തിന് 12 ദിവസം കൂടിയുണ്ട്. ആ 12 ദിവസം എന്ന് പറയുന്നത് വളരെ നിർണായകമായിരിക്കല്ലേ. വിഷയങ്ങൾ മാറി മാറി വരും, അജണ്ട സെറ്റ് ചെയ്ത് അതിന്മേലുള്ള പ്രചാരണം നടക്കും. അപ്പോൾ ആളുകളുടെ മനസ്സ് പ്രേക്ഷിക്കാൻ ഇനി സമയമുണ്ട്. യെസ്, തീപാറു മഞ്ചേശ്വരം ഇവിടെ അവസാനിക്കുകയാണ്.